ഒരു പോസിറ്റീവ് വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ദിവസവും നമ്മൾ തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു.പി. സ്കൂൾ. കുട്ടികൾക്ക് പഠനത്തിനൊപ്പം വർക്കൗട്ടും ഇനി ഈ സ്കൂളിൽ ഉണ്ടാകും. സൂംബ ഡാൻസ് യാഥാർത്ഥ്യമാക്കിയ സ്കൂളായി തോട്ടുമുക്കം ഗവൺമെന്റ് യു.പി. സ്കൂൾ മാറിയിരിക്കുകയാണ്. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് സൂംബ ഡാൻസ് പഠിക്കാൻ പ്രചോദനമായത് എന്ന് പ്രധാനാധ്യാപിക ബി ഷെറീന പറയുന്നു. PTA അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണ ലഭിച്ചു. അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി ചേർന്നാണ് സൂംബ ഡാൻസ് പരിശീലിച്ചത്. ഇങ്ങനെ പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു കുട്ടികൾക്ക് ഇനി പരിശീലനം നൽകും. കുട്ടികളുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം സ്റ്റാഫിലും PTA-യിലും അറിയിച്ചപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടുത്തെ തന്നെ നന്ദന ടീച്ചർ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയും നമ്മുടെ കുട്ടികൾ തന്നെ അതിൽ വൈദഗ്ധ്യം നേടി മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റുള്ളവരും സൂംബ ഡാൻസിൽ പങ്കെടുത്തത് വേറിട്ട കാഴ്ചയായി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ രീതികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തോട്ടുമുക്കം യു.പി. സ്കൂളിൽ ഇന്ന് സുംബ ഡാൻസിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശരിക്കും കുട്ടികളിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൂംബ ഡാൻസ് പരിശീലനം ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 മുക്കം. തോട്ടുമുക്കം സ്കൂൾ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ഈ നിർദ്ദേശം ഏറ്റെടുക്കണം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. എന്തായാലും മറ്റൊരു വിപത്ത് നമുക്കറിയാം, ലഹരിയാണ് എന്നുള്ളത്. അത് കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമാകുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളെ ക്യാരിയറായി പല ലഹരി സംഘങ്ങളും ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അവരെ ക്യാരിയറാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുട്ടായികളുടെ രൂപത്തിൽ പോലും കുട്ടികളിലേക്ക് ഇത്തരത്തിൽ ലഹരികൾ എത്തിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടം സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സർക്കാർ തലത്തിൽ. അതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പലവിധ പരിപാടികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ലഹരിക്കെതിരെ പരസ്യ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു.പി. സ്കൂൾ ഫിലിം ക്ലബ് തയ്യാറാക്കിയ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഹ്രസ്വ ചിത്രമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. കണ്ടിട്ട് വരാം. ഈ ലഹരി വസ്തുക്കളെന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു പക്ഷേ അത് ആരുടേതാണ് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്താൻ എന്തുകൊണ്ട് ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ വില 80 രൂപ. ഒരാൾ ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അയാൾ ചെലവാക്കുന്ന തുക എത്ര? സിഗരറ്റും മദ്യവും ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം. ലഹരിക്കായി ഉപയോഗിക്കുന്ന തുക പലപ്പോഴും കരുതുന്നത് വളരെ നിസ്സാരമെന്നാണ്. എന്നാൽ ആ തുക ഭീമമായ ഒരു സംഖ്യയായി മാറുന്നതിൻ്റെ ആഘാതം അനുഭവിക്കുന്ന കുടുംബനാഥൻ്റെ മാനസിക സംഘർഷങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസം 10,800, വർഷം ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നയാൾക്ക് ഒരായുസ്സിൽ ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവാക്കേണ്ടി വരുന്നു.
ശരാശരി 350 രൂപയുടെ മദ്യം കഴിക്കുന്ന ഒരാൾ ഒരായുസ്സിൽ ഏകദേശം ചിലവഴിക്കുന്നത് 69 ലക്ഷത്തിലധികം രൂപയാണ്. ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നു കണക്കുകൾ. ഈ വേനൽ അവധിക്കാലത്ത് ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് കുറേ അസൈൻമെൻറ്റുകൾ കൊടുത്തിരുന്നു. അപ്പോൾ സ്കൂളിനൊരു പ്രൊമോ വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ആലോചനയായിട്ട് വന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ലഹരിക്കെതിരെ ഒരു കാര്യം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സ്കൂളിലെ തന്നെ 3ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ശ്രീ ഭവ്യാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സതീഷും ചേർന്നിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷാണ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രം റിലീസ് ചെയ്തത്. ന്യൂസ് 18 അട്ടപ്പാടി. ഒരു വലിയ ആശയം എത്ര രസമായിട്ടാണല്ലേ ഒരു ചെറിയ ഹ്രസ്വ ചിത്രത്തിലൂടെ ആ കുട്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് പൈസ മാത്രമല്ല, നമ്മുടെ സമ്പാദ്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൂടിയാണ് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. മഴക്കാലം എത്തിയതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ആരെയും ആകർഷിക്കും. സോഷ്യൽ മീഡിയ റീലുകളിലും ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യ ചാരുത നിറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു. പച്ചപ്പിന് നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി എത്ര കണ്ടാലും മതിവരുന്നതല്ല. ചീയപ്പാറ, വാളറ, കുത്തുങ്കൽ തുടങ്ങി പേര് കേട്ടതും കേൾക്കാത്തതുമായ വെള്ളച്ചാട്ടങ്ങൾ ഹൈറേഞ്ചിൽ ധാരാളമുണ്ട്. ദേശീയപാത 85-ലൂടെ മൂന്നാറിലേക്കുള്ള യാത്രാമധ്യേ കാണുന്ന ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി ഭംഗി ആസ്വദിക്കാതിപ്പോൾ ആരും ഈ വഴി കടന്നു പോകാറില്ല. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ടൊന്നുമല്ല, പോകുന്ന വഴിക്ക് ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയാണ്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ഹൈറേഞ്ചിലേക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇതോടെ മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണാൻ കഴിയുന്നതും മഴക്കാലത്താണ്. വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭംഗി അത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത്. മഴക്കാലം അവസാനിക്കും വരെ ഹൈറേഞ്ചിന്റെ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും. ന്യൂസ് 18 ഇടുക്കി. കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായിരിക്കുകയാണ്. ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ വർഷത്തേക്കാൾ ഏറെ വെള്ളമുണ്ട്. മഴയ്ക്ക് ശമനം വന്നെങ്കിലും ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസം 2344.80 അടിയായിരുന്നു. മെയ് 24-ന് കാലവർഷം എത്തിയപ്പോൾ 2329.88 അടിയായി ജലനിരപ്പ്. ആകെ സംഭരണശേഷിയുടെ 30% മാത്രം. മുൻ വർഷത്തേക്കാൾ അണക്കെട്ടിൽ 3.5 അടി വെള്ളം കുറവായിരുന്നു. എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്തിയതോടെ ജലനിരപ്പ് വർദ്ധിച്ചു. ഒരാഴ്ച കൊണ്ട് 15 അടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഉയർന്നത്. നിലവിൽ സംഭരണശേഷിയുടെ 42% വെള്ളം ഇടുക്കിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ 11 അടിയിലധികം കൂടുതൽ. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യമുണ്ടായി. ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഉയർന്നു. മെയ് മാസത്തിൽ മൂലമറ്റം പവർ ഹൌസിലെ പ്രതിദിന ഉൽപാദനം 10.32 ദശലക്ഷം യൂണിറ്റായി കൂടിയിരുന്നു.
ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉൽപ്പാദനം നിലവിൽ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ 505 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണ പെയ്യാറുള്ളത് 37 മില്ലിമീറ്റർ മാത്രമാണ്. അതായത് സാധാരണയേക്കാൾ 1351% കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയോളം ഉയർന്ന് 130 അടിക്ക് മുകളിലെത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷികാവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക മേഖലയ്ക്കൊപ്പം ടൂറിസം രംഗത്തും പ്രയോജനകരമാണ് ഇടുക്കി മേലെ ചിന്നാറിൽ ചെക്ക് ഡാം നിർമ്മാണം. 11 കോടി രൂപ ചെലവിൽ വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. KM മാണി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽപ്പെടുത്തി മേലെ ചിന്നാർ മഠംപടിയിലാണ് ചെക്ക് ഡാം നിർമ്മാണം പുരോഗമിക്കുന്നത്. വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകളുടെ ഭാഗമായ മേലെ ചിന്നാർ മഠംപടിക്ക് സമീപം ചിന്നാർ പുഴയ്ക്ക് കുറുകെയാണ് KM മാണി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽപ്പെടുത്തി പാലവും ചെക്ക് ഡാമും നിർമ്മിക്കുന്നത്. കുടിയേറ്റ കാലം മുതൽ ഇവിടെ ഇല്ലിയും മറ്റ് തടികളും ഉപയോഗിച്ചുള്ള പാലമായിരുന്നു. നാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള മാർഗം. ഏറെ അപകടകരമായ യാത്രയ്ക്ക് പകരം സുരക്ഷിതമായ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണിപ്പോൾ സാധ്യമാകുന്നത്. പാലം നിർമ്മിക്കുന്നതോടൊപ്പം ചെക്ക് ഡാം കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്ത് വിനോദസഞ്ചാര സാധ്യതയും വർദ്ധിക്കും. ഈ മേഖലയുടെ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകാനായി ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ആവശ്യമായ ജാതിക്ക്, കുരുമുളകിന്, അതല്ലെങ്കിൽ ഏലത്തിന് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന KM മാണി ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,79,00,000 രൂപയും കൂടെ രണ്ടാം ഘട്ടമായി അനുവദിച്ച് അതിൻ്റെ ചെക്ക് ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത്. 11 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെക്ക് ഡാമും പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതോടെ പുഴയോരത്തുള്ള നിരവധി കുടിവെള്ള സ്രോതസ്സുകൾ കൂടുതൽ ജലസമൃദ്ധമാകുന്നതോടൊപ്പം വിനോദസഞ്ചാര സാധ്യത കൈവരുന്ന മേലെ ചിന്നാർ ടൗണും പരിസരവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. ന്യൂസ് 18 ഇടുക്കി. വീടുകളിലെ സ്വീകരണ മുറികൾ കീഴടക്കുന്നത് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റുകളാണ് അല്ലേ? ഇൻഡോർ പ്ലാന്റുകൾ കൊണ്ട് വീട്ടുമുറ്റത്തും മട്ടുപ്പാവലുമായി മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു അധ്യാപിക. അമരവിള സ്വദേശിനി രേഷ്മ ഏഞ്ചലിന്റെ കൃഷിത്തോട്ടത്തിലാണ് വിവിധ ഇനം ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്.
കാസർഗോഡ് തൃക്കരിപ്പൂർ നടക്കാവ് കാപ്പിലെ കുളം നവീകരണ പ്രവൃത്തി പൂർത്തിയായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് 27 ലക്ഷം രൂപ ചെലവിൽ കുളം നവീകരിച്ചത്. പടന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് 2 ഏക്കറോളം വിസ്തൃതിയുള്ള കാപ്പിലെ കുളം. ഏറെക്കാലം അനാഥാവസ്ഥയിൽ കിടന്നിരുന്ന കുളമാണ് ഇപ്പോൾ നവീകരിച്ച് ഉപയോഗപ്രദമാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ചെലവിലായിരുന്നു നവീകരണം. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ മൂലം ഒരു ഘട്ടത്തിൽ നിലച്ച പ്രവൃത്തിയാണ് പരാതികൾ പരിഹരിച്ച് പൂർത്തിയാക്കിയത്. ചെങ്കല്ല് പാകിയ നടപ്പാത, കമ്പിവേലി എന്നിവയാണ് നിർമ്മിച്ചത്. ഭാവിയിൽ ഇതൊരു വലിയ നീന്തൽക്കുളമാക്കി മാറ്റുക, അതുകൂടാതെ കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക, നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു 4 മണി ചായ പരിപാടിയൊക്കെ ആരംഭിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് വലിയ ഫണ്ട് ഇനി അങ്ങോട്ട് ഈ കയാക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ വലിയ ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ത്രിതല പഞ്ചായത്ത് കൂടാതെ സർക്കാർ തലത്തിൽ തന്നെ വലിയ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കഴിയണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് കുളം നവീകരിച്ചത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുളങ്ങളിൽ ഒന്നായ കാപ്പിലെ കുളം കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പടന്ന. തിരുവനന്തപുരത്ത് കഞ്ഞിയൂർക്കാമൂലയിൽ ശവപ്പെട്ടിക്കട കുത്തി തുറന്ന് മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടാക്കൾ കവർന്നു. കാക്കാമൂല കായൽക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള പറുദീസ ഫ്യൂണൽ സർവീസിലായിരുന്നു മോഷണം. സ്ഥാപനത്തിൽ ശവപ്പെട്ടിക്ക് പുറമെ മീൻ പിടിക്കുന്നതിനാവശ്യമായ വലകൾ, വില കൂടിയ ചൂണ്ട തുടങ്ങിയവയും വിൽപ്പന നടത്തിയിരുന്നു. കടയുടെ മുൻവാതിൽ തകർത്ത് കടയ്ക്കുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 6000 രൂപ കവർന്നു. ഇതിനു പുറമെ 15 കിലോ മീൻവല, വില കൂടിയ ചൂണ്ടകൾ, മീൻ പിടിക്കുന്നതിനാവശ്യമായ പീലി, മത്സ്യഫുഡുകൾ തുടങ്ങിയവയും കവർന്നു. കേസെടുത്ത് നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പല പദ്ധതികളും മിക്കവാറും അങ്ങനെയാണല്ലേ, വലിയ ആവേശത്തോടു കൂടി ആരംഭിക്കും, നിർമ്മാണമൊക്കെയും പൂർത്തിയാകും. പക്ഷെ അത് വേണ്ട വിധത്തിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ മാറ്റില്ല എന്നുള്ളതാണ്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴിതാ പുനലൂർ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നില്ല എന്നതാണ് പരാതി. പുനലൂരിലെ കായിക സ്വപ്നങ്ങൾക്ക് ഉണർവേകേണ്ട ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ കാടുകയറി മദ്യപന്മാരുടെ താവളമായി മാറിയിരിക്കുകയാണ്. വളർന്നുവരുന്ന പ്രതിഭകൾക്ക് മികച്ച പരിശീലനത്തിനും അന്തർദേശീയ മത്സരം ഉൾപ്പെടെ നടത്താനും ഉതകുന്ന നിലയിലാണ് പുനലൂർ നഗരസഭ 1,65 ലക്ഷം രൂപ ചെലവഴിച്ച് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല. കാടുകയറി ഇഴജന്തുക്കളുടെ താവളമായി സ്റ്റേഡിയം. 1,65 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒറ്റക്കട്ടയ്ക്ക് കെട്ടി മേളിൽ കയറിയേക്കാണ്. അത് ഇതുവരെ പൊതുജനങ്ങൾക്കായിട്ട് കായിക താരങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും വേണ്ടി ഇത് തുറന്നു കൊടുക്കാതെ ഏത് നാടയിൽ കുരുങ്ങിക്കിടക്കുവാണെന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ ഇതിനെക്കുറിച്ചൊരു പബ്ലിസിറ്റിയോ അതെന്താണ് തടസ്സമെന്നോ മറ്റ് പൊതുജനങ്ങളോട് പറയാതെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടിപ്പം അത് ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ആ ജനറേറ്റർ പോലും കാട് കയറി ഇപ്പം ശരിക്കും പറഞ്ഞാൽ മദ്യപിക്കാൻ പറ്റിയ മദ്യപാനികളുടെ ഒരു ആവാസ കേന്ദ്രമാക്കിക്കൊണ്ട് പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം 1,65 ലക്ഷം രൂപ മുടക്കി ശവകുടീരം പോലെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭിത്തികളിലെ പെയിന്റ് ഇളകി തുടങ്ങി. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ജനറേറ്റർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമാണ്. തറയോടുകൾ മിക്കതും ഇളകി കാടുകയറിയ നില. ഇൻഡോർ സ്റ്റേഡിയത്തിന് ചുറ്റുമായി സ്ഥാപിച്ച സംരക്ഷണ വേലികളും കാടുകയറി തുരുമ്പെടുത്ത നിലയിലാണ്. ന്യൂസ് 18 പുനലൂർ. ഒരു ഗ്രാമത്തെ സിനിമ കാണാൻ പഠിപ്പിച്ച ഒറ്റപ്പാലത്തെ ലക്ഷ്മി തിയേറ്ററിന് എന്നേക്കുമായി തിരശ്ശീല വീണു. റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് 7 പതിറ്റാണ്ട് സജീവമായിരുന്ന ലക്ഷ്മി പിക്ചർ പാലസ് അടച്ചുപൂട്ടിയത്. തലമുറകൾക്ക് സിനിമാ കാഴ്ചയുടെ ഹരമായി മാറിയ സാംസ്കാരിക കേന്ദ്രത്തിനാണ് എന്നേക്കുമായി തിരശ്ശീല വീണത്. കഴിഞ്ഞ ദിവസം അവസാന ഷോയും കഴിഞ്ഞ് പ്രൊജക്ടർ വെളിച്ചമണഞ്ഞു. സിനിമയ്ക്കപ്പുറം ആളുകളുടെ ഒത്തുകൂടലിന്റെയും സന്തോഷത്തിന്റെയും ഇടം കൂടിയായിരുന്നു ലക്ഷ്മി തിയേറ്റർ. 1954 ഒറ്റപ്പാലത്തെ വ്യവസായികളായ EP മാധവൻ നായരും സഹോദരൻ അച്യുതൻ നായരും ചേർന്നാണ് അമ്മ ലക്ഷ്മിയുടെ പേരിൽ ലക്ഷ്മി പിക്ചർ പാലസ് സ്ഥാപിച്ചത്. ഒറ്റപ്പാലത്തെ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടമായിരുന്നു ഈ തിയേറ്റർ. പുതുമുഖ നടനായി സത്യൻ അഭിനയിച്ച ആത്മസഖി മുതൽ മോഹൻലാലിന്റെ തുടരും വരെ പ്രദർശിപ്പിച്ച ഈ തിയേറ്റർ
അടച്ചുപൂട്ടുന്നത് നഗരവികസനത്തിന്റെ പേരിലാണ്. ഒറ്റപ്പാലം ബൈപ്പാസ് കടന്നുപോകുന്നത് തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്തുകൂടിയാണ്. പദ്ധതിക്കായി 8 സെന്റ് സ്ഥലം കൈമാറണം. ഇതോടെ കാർ പാർക്കിംഗ് ഏരിയ നഷ്ടമാകുമെന്നും പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ തിയേറ്ററിന് പ്രവർത്തിക്കാനാകില്ലെന്നുമാണ് ഉടമ PN ജയശങ്കർ പറയുന്നത്. 2018-ൽ ചാരുബെഞ്ചും കസേരയുമെല്ലാം മാറ്റി ലക്ഷ്മി തിയേറ്റർ മൾട്ടിപ്ലക്സായി. B ക്ലാസ് തിയേറ്റർ ആയിരുന്നെങ്കിലും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രേമികളും നടീനടന്മാരും മറ്റും സിനിമ കാണാൻ ഒറ്റപ്പാലത്തെ ഈ പിക്ചർ പാലസിൽ എത്തുമായിരുന്നു. 1974-ൽ ഷൊർണൂർ സ്വദേശി PK രാജന് തിയേറ്റർ കൈമാറിയെങ്കിലും ലക്ഷ്മി എന്ന പേര് നിലനിർത്തി. രാജന്റെ മകൾ കൈറാട്ട് ബീനയും ഭർത്താവ് PN ജയശങ്കറുമാണ് തിയേറ്റർ നടത്തിയിരുന്നത്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായി. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഉപകരണങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ ഇടപെടലിലൂടെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ്. ജനറൽ ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ മാറ്റമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അപകടാവസ്ഥയിലായ B&C ബ്ലോക്കുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് മന്ത്രി വീണ ജോർജിനെതിരെ കോൺഗ്രസിന്റെ ആരോപണം. ആശുപത്രി നവീകരണത്തിന്റെ പേരിൽ നിലവിലെ ചികിത്സാ സംവിധാനങ്ങളെല്ലാം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയുടെ അറിവോടുകൂടി മാറ്റുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. സർക്കാർ ആശുപത്രികളെ ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് മന്ത്രിയുടെ ശ്രമമെന്നാണ് ആരോപണം. ഈ ജനറൽ ആശുപത്രി പത്തനംതിട്ടയിൽ വേണ്ട. പത്തനംതിട്ടയിലെ ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയാൽ മതി എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഹിഡൻ അജണ്ട നടപ്പാക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജിനോട് ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് അപരാധം ചെയ്തു? അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു എന്നത് കവിഞ്ഞ മറ്റൊരു അപരാധവും ഒരു തെറ്റും ഈ നാട്ടിലെ ജനങ്ങൾ അവരെ ഇതുപോലെ ശിക്ഷിക്കത്തക്ക തരത്തിൽ വീണ ജോർജിനോട് ചെയ്തിട്ടില്ല. എന്നാൽ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് മന്ത്രി വീണ ജോർജ്. ഏത് സമയവും നിലംപതിക്കാവുന്ന ആശുപത്രിയിലെ B&C ബ്ലോക്കിന്റെ നവീകരണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കോന്നി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രി ഏറ്റവും നല്ല നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഒരു തരത്തിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല. ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പേഷ്യന്റിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആര് ഉത്തരവാദിത്വം പറയും? ഇന്ന് സമരം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം പറയുമോ? ആര് ഉത്തരവാദിത്വം പറയും? അപ്പൊ അതുകൊണ്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യാന്നുള്ളത് മുഴുവൻ ടെക്നിക്കൽ നമ്മുടെ മുന്നിൽ, ഗവൺമെന്റിന്റെ മുന്നിലുള്ളത് ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ അതിൽ ആക്ഷൻ എടുക്കണോ എടുക്കണ്ടയോ? ഉത്തരം പറയണ്ടേ? ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തെ ചൊല്ലിയും വിവാദങ്ങൾ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായും പരാതിയുണ്ട്. മുൻപ് ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം നഗരസഭയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റിയതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇപ്പോൾ രാവിലെ ഇനിയിപ്പോൾ നല്ല വാക്കിന് സമയമാണ്. നല്ല വാക്കിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.